ഓം ശ്രീ സായിരാം. അന്തർശൗച യജ്ഞത്തിന്റെ 327 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ശ്രീ മാധവ് വാര്യർ സാറാണ്. അദ്ദേഹത്തെ പറ്റി നമ്മുടെ സതീഷ് മാഷ് ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. സായിരാം. അത് കഴിഞ്ഞിട്ട് മാധവ് വാര്യർ മാഷ് അങ്ങ് 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങണം. ജയ് സായിരാം. സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. എല്ലാ സായി സഹോദരന്മാർക്കും സായിരാം. മാധവാരി സാറെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. 80ഓളം വയസ്സായ ഒരു അർഡൻ സായി ഡിവോട്ടി എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തെ. തളിപ്പറമ്പ് സമിതിയിലെ 5 തവണയിലേറെ അദ്ദേഹം കൺവീനറായിരുന്നു. 50ഓളം പ്രശാന്തി സേവ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ സ്വാമിയിൽ വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, സായി പൂജ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, സ്വാമിയുടെ ഭക്തരെന്ന് അവകാശപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ സ്വാമി അനുസരിക്കുന്നവർ വളരെ വിരളമാണ്. ശരിയല്ലേ? അതത്ര എളുപ്പമല്ല ഭഗവാനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഒറ്റ കാര്യം കൊണ്ട് തന്നെ അത് വ്യക്തമാക്കാം. അദ്ദേഹത്തിന്റെ സാധനയെ പറ്റി ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വെളുപ്പിന് 3 മണി മുതൽ 11 മണി വരെ, ഉച്ചയ്ക്ക് 11 മണി വരെ അദ്ദേഹത്തിന് സാധനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ഒരു നല്ല ഡിവോട്ടിയാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ സമയത്തിന്റെ കുറവ് കാരണം കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ 80-ാം വയസ്സിലും കർമ്മനിരതനാണ്. 3 പ്രാവശ്യം ഇതിനിടയ്ക്ക് അദ്ദേഹം വന്നു പോയി കഴിഞ്ഞു. നമ്മുടെ കാഞ്ഞങ്ങാട് സമിതി വന്നു, ഇവിടെ ചീമേനി സമിതി വന്നു, തൃക്കരിപ്പൂർ സമിതി വന്നു. അദ്ദേഹം ഇന്നും എന്നെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് സമിതികൾ എങ്ങനെ ശരിയാക്കാം, ആളുകളുടെ സാധന എങ്ങനെ ചെയ്യിക്കാം. അദ്ദേഹത്തിന്റെ വിഷമം ഇത് തന്നെയാണ്. ഭക്തര് കൂടുതൽ എങ്ങനെ ആളുടെ ഭക്തരാക്കാം, സ്വാമി അനുസരിക്കുന്നവരാക്കാം. അത് നമുക്ക് നല്ലൊരു മാതൃക സ്വാമി തന്നതാണ്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സർവീസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗ്യമാണ് മാധവാര്യർ സാർ. അദ്ദേഹം അത്ര ഡെഡിക്കേറ്റഡ്, സ്വാമിയുടെ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഏത് സമിതി വിളിച്ചാലും അദ്ദേഹം വരാൻ തയ്യാറാണ്. എങ്ങനെയാണ് ഓങ്കാര സുപ്രഭാതം, ജ്യോതിർധ്യാനം, അതുപോലെ തന്നെ എല്ലാം അദ്ദേഹം ഇതിനെ നമ്മുടെ സത്യസായി സേവാ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഡീപ്പായിട്ട് അറിവുള്ള ആളാണ്. അത് സ്വാമിയുടെ ഒരു കൃപയാണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടിയത്. അദ്ദേഹത്തെ ഇന്നത്തെ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സായിരാം സാർ. അപ്പൊ ഇനി തുടങ്ങാം അല്ലേ? കേൾക്കുന്നുണ്ടോ? സാറ് 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഓങ്കാരം 3 സായി ഗായത്രി. മനസ്സിലായി, അതറിയാം. എന്നാ ഞാൻ തുടങ്ങാൻ പോവാണ് ഭഗവാന്റെ കൃപ കൊണ്ട്. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഭക്തിജ്ഞാനത്തിൽ ലയിച്ചു ഒന്നായിത്തീരുന്നു. ഭക്തി ജ്ഞാനമയമായി പാകപ്പെടുന്നു. അവ വ്യത്യസ്തങ്ങളാണെന്ന് പറയരുത്. ഒരു ഘട്ടത്തിൽ അതിനെ ഭക്തി എന്ന് വിളിക്കുന്നു, പിന്നീടുള്ള മറ്റൊരു ഘട്ടത്തിൽ ജ്ഞാനമെന്നും. ഒരു ഘട്ടത്തിൽ കരിമ്പ്, പിന്നീട് അത് പഞ്ചസാരിയാവും. സത്യസായി ബാബ. സത്യസായി വാണി 7-ാം ഭാഗമാണ് ഞാൻ വായിക്കുന്നത്.
അതിൽ കുറേ പാരഗ്രാഫുകളുണ്ട്. അതിൽ നിന്ന് ഏതാനും സെലക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ദിവ്യ കാരുണ്യത്തിന്റെ പവിത്ര ചൈതന്യത്താൽ പ്രചോദിതമായതാണ് വേദങ്ങൾ. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ ദൈവത്തിന്റെ പാരിതോഷികമായി ലഭിച്ച വേദങ്ങളും ബുദ്ധിശക്തിയും ഈ രാജ്യത്തിനെ സംരക്ഷിക്കപ്പെടാനും അഭിവൃദ്ധിപ്പെടുത്താനുമുള്ള ഉപാധികളാണ്. ആത്മീയ ബലത്തിന്റെയും ആത്മീയ ഐക്യത്തിന്റെയും സന്ദേശം വീടുകളിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരുവാനുള്ള ചുമതല നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ ഓരോ വ്യക്തിയിലും ഈ ലക്ഷ്യത്തെ സംബന്ധിച്ച് അവബോധം ഉണ്ടാക്കുക എന്നതാണ്. ആത്മീയ രോഗശാന്തിക്കായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇന്ന് സമൂഹത്തിലുണ്ട്. ഇതിനു പുറമെ ഈ സംഘടനയും കൂടി ആവശ്യകത എന്തിന് എന്ന ചോദ്യം ഉയർന്നേക്കാം. ഈ രാജ്യത്തെ മഹർഷികൾ പര്യവേഷണം ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്ത ആധ്യാത്മിക ശാസ്ത്രം ഓരോ ഭാരതീയനും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സമ്മേളനവും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഈ സംഘടനകളും ആ രോഗം ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. പ്രശാന്തി വിദ്വാൻ മഹാസഭ, സത്യസായി സേവാ സമിതി, സത്യസായി സേവാദൾ, സത്യസായി ഭക്തമണ്ഡലി തുടങ്ങി ഏത് പേരായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഭാരതീയ സംസ്കാരം വളർത്തുകയും പോഷിപ്പിക്കുകയുമാണ് പ്രഥമ ലക്ഷ്യം. ഈ സംസ്കാരം വളരുകയും അഭിവൃദ്ധമാവുകയും ചെയ്ത ഈ രാജ്യത്ത് ദുരാചാരവും അഴിമതിയും സന്തോഷത്തെയും സംതൃപ്തിയെയും നശിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ സംഘടനകൾ ആരംഭിക്കുകയും നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചില ആദർശങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ പദവിയോ അധികാരമോ സ്ഥാനമാനമോ ആഗ്രഹിക്കരുത്. ആഡംബരമോ കാപട്യമോ അരുത്. പരസ്യത്തിനോ അംഗീകാരത്തിനോ പ്രശംസയ്ക്കോ വേണ്ടി മത്സരിക്കരുത്. കർത്തവ്യം ഈശ്വരനാകുന്നു. അത് ചെയ്യുക, തൃപ്തി അടയുക. സായി സംഘടനകൾ ഈശ്വര വിശ്വാസം അഭിവൃദ്ധമാക്കണം. പദവികളിൽ നിന്നും ലഭ്യമാകുന്ന സ്വാധീനത്തിനും അധികാരത്തിനും കൈവശപ്പെടുത്തുവാനും വേണ്ടി വ്യക്തികൾ മറ്റുള്ളവരെ ദുഷിക്കുകയും വിദ്വേഷം വളർത്തുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും ഇന്ന് ആളുകളുടെ മുഖ്യ ജോലി മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലും അവ പ്രചരിപ്പിക്കലുമാണ്. നിങ്ങളുടെ സംഘടന ദൈവവിശ്വാസം വളർത്താൻ പരിശ്രമിക്കണം. ആ അടിസ്ഥാനമില്ലെങ്കിൽ ആരാധന, പൂജ, ഭജന, സൽപ്രവൃത്തികൾ എന്നിവയെല്ലാം നിരർത്ഥകമാകും. കേവലം യാന്ത്രിക ചടങ്ങുകളുമായി തീരും. ശരീരത്തെ പോലും നിലനിർത്തുന്നത് മനസ്സാണ്. മനുഷ്യന്റെ ഉറ്റ തോഴനും യന്ത്രചാലകനും ഉപകരണവും മനസ്സാണ്. അതിലൂടെ ഒരുവന് സ്വയം രക്ഷപ്പെടാനോ നശിക്കാനോ സാധിക്കും. വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും തിരിച്ചുവിടുകയും ചെയ്താൽ അതിനെ മോചിപ്പിക്കാനാകും. എപ്പോഴാണ് മനുഷ്യൻ ശാന്തിയും പൂർണ്ണ സമാധാനവും ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. വ്യക്തിഗത സ്വത്ത് സംബന്ധിച്ച് ദുരഭിമാനം, അഹന്ത എന്നിവ അവരെ ബാധിക്കുന്നില്ല എന്നുറപ്പു വരുത്താൻ ഈ സംഘടന ജാഗരൂകമായിരിക്കണം. അതാണ് ലക്ഷ്യമായി കാണേണ്ടത്. ഭവരോഗത്തിനുള്ള ഔഷധമാണ് ഭഗവാൻ. സേവനം എന്നത് ഒരു സാധാരണ പദമായി തീർന്നിരിക്കുന്നു. ആ വാക്ക് ഉപയോഗിക്കുന്നവരുടെ കാപട്യത്തിൽ അതിന്റെ മൂല്യം വളരെ കുറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ വേദനയും കഷ്ടപ്പാടും രോഗാവസ്ഥയും ദുഃഖവും യാതനയും സ്വയം അനുഭവിച്ചവർക്ക് മാത്രമേ അത്തരത്തിൽപ്പെട്ടവരെ കാണുമ്പോൾ സേവനം ചെയ്യാൻ അവകാശമുള്ളൂ. അവർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയല്ല, തങ്ങളുടെ യാതനകൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കാനായി തങ്ങളെ തന്നെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും പ്രതിജ്ഞ എടുക്കണം. സ്വാമിയുടെ ഹൃദയത്തിന്റെ സ്ഥാനം ചൂണ്ടിക്കാട്ടി തങ്ങളുടെ സാധനയുടെ ആഴം വർദ്ധിപ്പിക്കാനും സദ്ഗുണങ്ങൾ പോഷിപ്പിക്കാനും അഹങ്കാരം എന്ന മാരകവിഷം തുടച്ചു മാറ്റപ്പെട്ട പ്രവർത്തകരുമായുള്ള സമ്പർക്കത്താൽ തങ്ങളുടെ അഹന്തയെ തരണം ചെയ്യാനും പറ്റിയ സ്ഥലമായി അംഗങ്ങൾ സംഘടനയെ കാണണം. ഇത് നേടാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. എൻ്റെ സ്വന്തം ഉന്നതിക്ക് വേണ്ടി ഞാൻ സ്വയം അർപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ എനിക്ക് നൈപുണ്യവും ബുദ്ധിശക്തിയും ഉത്സാഹവും നൽകി എന്നെ അനുഗ്രഹിച്ചാലും നേരായ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഈ ഉദ്യമത്തിൽ സൽപ്പേര് നേടത്തക്കവണ്ണം അവിടുത്തെ കൃപ എന്നിൽ വർഷിച്ചാലും പ്രലോഭനങ്ങളിൽ നിന്നും തെറ്റായ നടപടികളിൽ നിന്നും എന്നെ കാത്തുകൊള്ളേണമേ. പ്രഭാതത്തിൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക:
രാത്രി ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അന്നേ ദിവസത്തെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യൂ. സായി ഭജന മാത്രമേ ആലപിക്കാവൂ എന്നും സത്യസായിയുടെ രൂപവും നാമവും മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ശഠിക്കുന്ന ചിലർ നിങ്ങളുടെ സംഘടനയിൽ ഉണ്ടായേക്കാം. ഇത് ഒരു വലിയ അപരാധമാണ്. അതിലൂടെ നിങ്ങൾ സായിയെ അപമാനിക്കുകയാണ്. പണം പിരിച്ച് ഫണ്ടുണ്ടാക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സമിതി ഏറ്റെടുത്തിട്ടുള്ള എന്തെങ്കിലും ഉദ്യമത്തിന് സാമ്പത്തികം അധികമായി വേണ്ടി വന്നാൽ അത് സ്വരൂപിക്കാനുള്ള ഒരു സമ്പ്രദായം ഞാൻ പറഞ്ഞു തരാം. എന്ത് ചെലവ് വരുമെന്ന് മുൻകൂട്ടി നിർണ്ണയിക്കുക. അത് 1000 രൂപ ആകാം എന്നിരിക്കട്ടെ. ആ വിവരം 15 അംഗങ്ങളെയും അറിയിക്കുക. എല്ലാവരും ഒത്തുകൂടാൻ ഒരു തീയതിയും നിശ്ചയിക്കുക. അന്നേ ദിവസം അകത്തെ മുറിയിൽ ഭദ്രമായി പൂട്ടിയ ഒരു ഭണ്ഡാരം വെക്കുക. ഓരോരുത്തരും ഒറ്റയ്ക്ക് ആ മുറിയിൽ ചെന്ന് തങ്ങളുടെ കഴിവിനൊത്ത് സങ്കല്പിക്കുന്ന തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കട്ടെ. ഒന്നും നിക്ഷേപിക്കാതെ തിരികെ വരുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഒരു നിർബന്ധവും ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അറിവോടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തുക സ്വീകരിക്കുമ്പോൾ അത്ര തന്നെ തുക നൽകാനാവാത്ത ആൾ അപമാനിതനായി എന്ന് അയാൾക്ക് തോന്നിയേക്കാം. അതിനാൽ ഇതാണ് നല്ല സമ്പ്രദായം. എല്ലാവരുടെയും കൂടം പൂർത്തിയായി കഴിയുമ്പോൾ ഭണ്ഡാരം തുറന്ന് തുക എണ്ണിത്തിട്ടപ്പെടുത്തുക. മുൻകൂട്ടി നിർണയിച്ച മതിപ്പ് ചെലവിനേക്കാൾ കുറവാണ് ലഭിച്ചതെങ്കിൽ കുറവ് വന്ന തുക എല്ലാ അംഗങ്ങളെയും തുല്യമായി പിരിക്കുക. ഭണ്ഡാരത്തിൽ ലഭിച്ച പണം അധികമാണെങ്കിൽ അത് അടുത്ത അവസരത്തിലേക്ക് വേണ്ടി നീക്കിവെക്കുക. നിങ്ങൾക്കിടയിൽ തന്നെ ഐക്യം സ്ഥാപിക്കുക. മറ്റുള്ളവരിലെ തെറ്റുകുറ്റങ്ങളോ നിങ്ങളിലെ മികവുകളോ നിങ്ങൾ തേടരുത്. മറ്റൊരു വസ്തു കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും അത് ആരാധനാഭാവത്തോടെയും സമർപ്പണ ഭാവത്തോടെയും യജമാനനും സാക്ഷിയും പ്രചോദകനുമായ ഈശ്വരന്റെ മഹിമ വെളിപ്പെടുത്തുന്ന കർമ്മമായും കണ്ട് നിർവഹിക്കുക. ഇവയൊക്കെ എനിക്ക് വേണ്ടി, ഇവയൊക്കെ ഈശ്വരന് വേണ്ടി എന്ന തരത്തിൽ നിങ്ങളുടെ പ്രവൃത്തികളെ വിഭജിക്കാതിരിക്കുക. പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാലും 1 എന്ന ഉത്തരമാണ് കിട്ടുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ ശിഷ്ടം ഉണ്ടാകരുത്. ഒന്നും അവശേഷിക്കരുത്. എല്ലാ പ്രവൃത്തിയെയും ഒന്നുപോലെ കാണുക. ഋണത്തിലോ രോഗത്തിലോ ശത്രുക്കളുള്ള പകയിലോ ജനന മരണ ചക്രത്തിലോ ഒന്നും ബാക്കി വെക്കരുതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അവസാന കണിക വരെ എല്ലാം തീർക്കുക. അവ ആവർത്തിക്കരുത്. എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയും സ്വാർത്ഥപരമായ സംഘത്തിൽ നിന്നും അവയെ മോചിപ്പിക്കുകയും ചെയ്താൽ നിങ്ങളെ കർമ്മഫലം ബന്ധിക്കുകയില്ല. നിങ്ങൾ സ്വതന്ത്രരാകുന്നു. നിങ്ങൾ വിമോചിതരാകുന്നു. നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നു. ശ്രീ സത്യസായി സേവാ സംഘടനകളുടെ ആദ്യത്തെ അഖിലാണ്ട സമ്മേളനത്തില് 21/4/67 ഭഗവാൻ ചെയ്ത സത്യസായി വാണിയിലെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ജയ് സായിറാം. അനുഭവങ്ങൾ പറയാം. സൈറം മാഷെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കുറച്ച് 15 മിനിറ്റോളം പറയാം. ആയിക്കോട്ടെ. ഞാൻ ഇതിനു മുമ്പിലും ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു, പൊതുവെ ഞാൻ അനുഭവങ്ങൾ പറയാറില്ല. കാരണം സ്വന്തം അനുഭവങ്ങൾ അയവർക്ക് ജീവിക്കാനാണ് സുഖം. ഞാൻ എൻ്റെ അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ അതുമാതിരി ആവണമെന്നോ ഒന്നും ഉണ്ടായിന്ന് വരില്ല. ചില കൂട്ടർ അതിശയോക്തി പറയും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിപ്പം ഭഗവാൻ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും. ഞാൻ 1971 ഞാൻ ആർമിയിൽ EME ഇലക്ട്രിക്കൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ഭഗവാനെ എൻ്റെ ദർശനം കിട്ടിയത്. അതെൻ്റെ റൂംമേറ്റ് ആയിരുന്നു അവിടത്തേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് ഞാൻ നാഗപ്പൂരായിരുന്നു സർവീസ് ചെയ്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വാ സായിബാബയെ ഒന്ന് കാണാം. അയാൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ അനുഭവം അവിടെ 1-2 അനുഭവം ഞാൻ കണ്ടതുകൊണ്ടാണ് ഏതായാലും ഇയാളെ ഭഗവാനെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചു. ഞാൻ അയാളെ ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ 71 നവംബർ 23 ബർത്ത്ഡേക്കായിരുന്നു നമ്മളവിടെ എത്തിയത്. അന്ന് കുറച്ച് നല്ല തിരക്കുകളൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല അന്ന് അത്രയും തിരക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഭഗവാനെ ഇഷ്ടം പോലെ കാണാനും സംസാരിക്കാനും സാധിക്കുമായിരുന്നു. ഇന്റർവ്യൂ മുറിയിലൊന്നുമല്ല, സ്വാമി നടന്നു വരും, നമ്മളോട് സംസാരിക്കും. ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ഭഗവാൻ അതിലേ വന്നു. അപ്പോൾ ഹുക്കം സിംഗ് പറഞ്ഞു, ഭഗവാൻ വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ഭഗവാൻ, നമ്മൾ ഈ എഴുതിയേക്കൊന്നും വേണ്ട, ഇരുന്നാൽ മതി, സ്വാമി അടുത്ത് വരുന്നു. സ്വാമി ഇങ്ങനെ അടുത്ത് വന്നു. പക്ഷെ ഈ പാദനമസ്കാരം ചെയ്യാൻ ഇതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പാദനമസ്കാരമൊക്കെ ചെയ്തു. ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. ഇതിനകത്ത് തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരുപാട് കഷ്ടപ്പെടുന്നു. തമിഴ് കലർന്ന മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ ഇദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു കൊണ്ടതായിരിക്കും സ്വാമി ഇങ്ങനെ പറഞ്ഞതെന്ന്. സ്വാമി കൈകൊണ്ട് ഇങ്ങനെ
ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അല്ല അല്ല, നീ കഷ്ടപ്പെടാനിരിക്കരുത് എന്ന് പറഞ്ഞു. സ്വാമി ചിരിച്ചോണ്ടാ സ്വാമി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നാഗ്പൂര് സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എൻ്റെ മോട്ടോർ ബൈക്ക് വേറൊരു ഓഫീസറെ കൊണ്ടുപോയി കുത്തി. എൻ്റെ സീനിയർ ഓഫീസറാണ്, ഞാൻ അയാളെ ജൂനിയർ ഓഫീസറാണ്. അയാൾക്ക് എന്നോട് ചില അമർഷങ്ങൾ ഉണ്ടായിരുന്നു ജോലി കാര്യത്തിൽ. അതായത് ഞാൻ ചെയ്ത വർക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദേഷ്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, അയാളെ മേൽക്ക ഇടിച്ചെന്ന് ഞാൻ അറിയുന്നില്ല. അതേ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. അയാൾ അത് കേസാക്കി. അത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ ഇതാ ഓർത്തത്, എനിക്ക് കഷ്ടം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ. തിരിച്ച് സ്വാമി 2-3 ദിവസം അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന്, വീട്ടിൽ നിന്നാണ് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയത്. പോകുമ്പോഴേക്കും എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ശരിക്കും വന്നിരിക്കുകയാണ്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ നാഗാലാൻഡ്. അന്ന് നാഗാലാൻഡ് നമ്മുടെ അവർക്ക് സ്വന്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു തിരക്ക് പിടിച്ച സമയമായിരുന്നു. പട്ടാളക്കാരെയൊക്കെ കൊന്ന് കെട്ടിത്തൂക്കലായിരുന്നു. അങ്ങോട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ഓർഡർ. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ നിമിഷവും നമ്മളെ ജീവന നമ്മൾ എങ്ങനെ രക്ഷിക്കേണ്ടതെന്നുള്ള ആ ഒരു ഭാവത്തിലായിരുന്നു. അപ്പൊ ഫസ്റ്റ് കഷ്ടപ്പാട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അവിടുന്ന് എനിക്ക് എന്തായാലും സ്വാമിയെ ഒന്ന് കാണാൻ തിരിച്ചുപോയി, പുട്ടപർത്തി പോയി. സ്വാമി വന്നു. അന്ന് പോയാൽ സ്വാമിനെ കാണാനോ സംസാരിക്കാനോ വിഷമമില്ലാത്തൊരു കാലഘട്ടം. സ്വാമി അടുത്ത് വരും. സ്വാമി വന്നിട്ട് പറഞ്ഞു, എപ്പിടി ഇരിക്കതേ കഷ്ടം എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ സ്വാമി ഭയങ്കര വിഷമമെന്ന് പറഞ്ഞു. പറവയില്ലേ, ഞാനിരിക്കുന്നില്ല ഇങ്ക. ഇതും ഒരു അനുഭവമാണ്. എല്ലാം സകലതും ഭഗവാൻ അറിയുന്നുണ്ട്. ഒരു ഇലനയാൽ ഞാൻ അറിയുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിലും ഭഗവാൻ എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ വിഷമിക്കുന്നതും ഓരോ നിമിഷവും എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാമി. അപ്പൊ എനിക്ക് പൂർണ്ണ ബോധം വന്നു, എന്നെ ഒരു കാരണവശാലും ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു 100% ബോധം അന്നും ഇന്നും എന്നിലുണ്ട്. പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഭഗവാൻ പറയുന്നതായിട്ടുള്ള ആ ഭാവത്തിൽ നമ്മൾ ജീവിച്ചാൽ മതിയല്ലോ. യത് ഭാവം തദ്ഭവത്ത്. നമ്മളെ ഭാവം നന്നാക്കുക, നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സ്റ്റേറ്റ് സർവീസ് വന്നത്. 1990 അങ്ങനെ സ്റ്റേറ്റ് സർവീസ് വന്നത്. അതിനു മുമ്പിൽ ധാരാളം സർവീസ് അവിടെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് വന്ന സമയത്ത് നമ്മളെ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ പോകുന്നുണ്ട്, അപ്പം നമ്മളെ സമിതിയിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഞാൻ 80 റിട്ടയർമെന്റ് ആയിട്ട് വന്നു. എനിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടി. സത്യസായി സേവാ സമിതിയിൽ ആക്റ്റീവ് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നു. അപ്പോൾ അതിനു മുമ്പിൽ നമ്മൾ പോയിട്ടുണ്ട് അവിടെ. ഇത് സ്റ്റേറ്റ് സർവീസ്, ഫസ്റ്റ് സ്റ്റേറ്റ് സർവീസിന് പോയ സമയത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ കാണാൻ മ്യൂസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയാണ് മ്യൂസിയൊക്കെ വന്നത്. അപ്പോൾ അവിടെ ധ്യാനവൃക്ഷത്തിന്റെ അവിടെയായിരുന്നു ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരാണ്. അപ്പോൾ ചെറുപ്പക്കാരെ സെലക്ട് ചെയ്ത് ടാസ്ക് ഫോഴ്സിലേക്കായിരുന്നു കൊത്താനും കിളക്കാനും ഉള്ള ജോലിയിലായിരുന്നു നമ്മളെ നിയമിച്ചത്. അപ്പോൾ ഞങ്ങൾ 5 പേരാ. ഒരു ഫോറിൻകാരനാണ്, അദ്ദേഹമാണ് നമ്മൾ ഇൻചാർജ്. അന്ന് വൈകുന്നേരമാണ് ഡ്യൂട്ടി ഏറ്റെടുക്കാറ്, രാവിലെയല്ല. അപ്പോൾ വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നിൽക്കണം, നമ്മൾക്ക് ജോലിക്ക് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്നു. അദ്ദേഹം വന്ന് ഞങ്ങളെ കളക്ട് ചെയ്ത് നേരെ കൊണ്ടുപോയത് ഈ ധ്യാനവൃക്ഷത്തിന്റെ മേലേക്കായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഞാൻ പോയാൽ എപ്പോഴും 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ധ്യാനവൃക്ഷത്തിന്റെ അടിക്ക് ഇരിക്കാറുണ്ട് പുട്ടപർത്തി പോയാൽ. അതൊരു അനുഭവമാണ്. എല്ലാവരും ചെയ്യണം. നമ്മളെ മനസ്സും ബുദ്ധിയും ഒക്കെ മാറ്റിയെടുക്കേണ്ട ഒരു സ്ഥലമാണത്. അവിടുന്ന് മാത്രമേ നമുക്ക് എല്ലാം കിട്ടുള്ളൂ. ഭഗവാനെ കാണുന്നതിനെ കൊണ്ട് ഒന്നും കിട്ടൂല. ഭഗവാൻ എന്തിനാ അത് വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കും. നമ്മളെല്ലാവരും ചെന്ന് കഴിഞ്ഞ് 1 മണിക്കൂറെങ്കിലും ആ ധ്യാനവൃക്ഷത്തിൽ ഇരിക്കണം എന്നാണ് ഞാൻ പറയാം. അതുപോട്ടെ അനുഭവം പറയാം. അപ്പൊ ഞങ്ങൾ അവിടെ അതിന്റെ മേലെ ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അത് സ്വാമിയുടെ അനുഭവത്തോടെ ഉണ്ടാക്കുന്നതാണ്. അത് പാറയാണ്. അപ്പൊ അതിന്റെ മേലെ കയറാൻ ഈ പാറയിൽ സ്റ്റെപ്പാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പാര, പിക്കാസ്, അത് ഇതൊക്കെ സംഗതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 5 പേരോട് പറഞ്ഞു, എതിർത്ത് കൊത്തിക്കോ. അവിടെ അയാൾ കാണിച്ചു തന്നു. ലൈനിട്ടിട്ടാ ഉള്ളത്. അതിന്റെ മേലെ കൂടെ കൊത്തി ലെവനാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ രാവിലെ 7 മണിക്ക് 7:20 തുടങ്ങിയിട്ടുണ്ടാവും. 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പും ദാഹമൊക്കെ വന്നു. വെള്ളവും ഇല്ല കുടിക്കാൻ, ഭയങ്കര വിശപ്പും. അപ്പോൾ എൻ്റെ സർ സെയ്ദ് കോളേജിൽ ലെക്ചറാണ് രവീന്ദ്രനാഥ്. അദ്ദേഹം എൻ്റെ കൂടി ഞങ്ങളെ കൂടിയായിട്ടുണ്ട്. അവർക്കൊന്നും ഈ കഠിനാധ്വാനം ചെയ്യാൻ അറിയില്ല. ഞാൻ ആർമി സർവീസ് ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. വിശപ്പ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും നിങ്ങളെ വിശപ്പ്. നിങ്ങൾക്ക് ജാസ്തി വിശക്കുന്നത് വിശപ്പ് ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ സാധിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞു. ആ വിശ്വാസം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ്
ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ബാക്കിൽ നിന്ന് ഒരാൾ എന്നെ മുട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ജോലി ചെയ്യുന്ന ഇയാൾ എന്നെ മുട്ടിയതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പം രണ്ടാമത് മുട്ടിയ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാനാണ്. ഞാൻ ഭഗവാനോട് എന്താ പറയപ്പോ ഒന്നും പറയാനില്ലല്ലോ. പശി എടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അത് നോക്ക് നിങ്ങൾ ആ അന്തര്യാമത്വം ഓരോ ഭക്തന്റെയും ഉള്ളിൽ വസിക്കുന്നു. സ്വാമി പറഞ്ഞത് എത്ര 100% ശരിയല്ല. ഉടനടി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരൊക്കെല്ലാം വിശക്കുന്നുണ്ട്, നീ ഇവരെ താഴെ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അയാൾ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞു. അത് അയാൾ പറഞ്ഞല്ലല്ല, ഭഗവാൻ പറഞ്ഞാൽ അതിലേക്ക് ചെയ്തേ പറ്റൂ. കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം വാങ്ങി തന്നു. മസാല ദോശയും അത് കഴിച്ചുണ്ട്. അന്ന് 3-4 ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ. ശ്രീകൃഷ്ണ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സംഭവം. അത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം തിരിച്ചു വരുന്നവരെ സ്വാമി അവിടെയൊക്കെ നടന്നുകൊണ്ടിട്ടായി. ഞങ്ങൾ തിരിച്ചെത്തിയതിന് ശേഷം സ്വാമി വെച്ചു, പശി കെട്ടാച്ചാന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറയാൻ കണ്ണിന്ന് വെള്ളം. ഇതൊക്കെ ഇങ്ങനെ അയവർക്ക് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എത്ര ആനന്ദം ഉണ്ടാവും എന്നറിയോ? ഭയങ്കര ആനന്ദമാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എനിക്കത് അനുഭവിക്കാൻ അയവറക്കാനും നല്ലൊരു സുഖം കിട്ടുന്നത്. അങ്ങനെ അന്തർയാമത്വം ഭഗവാൻ തെളിച്ചു. പിന്നെ രണ്ടാമതൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഞാൻ പുട്ടപർത്തിയിൽ പോയ അധികം പ്രശാന്തി മന്ദിരത്തിലെ ഡ്യൂട്ടിയാണ് എനിക്ക് കിട്ടാറ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരെയധികം മാറ്റി കിട്ടും. സായി മന്ദിരത്തിൽ നിന്ന് ഡ്യൂട്ടി എനിക്ക് ഉണ്ണിയേട്ടൻ പറഞ്ഞു, അവിടെ ഹോസ്റ്റൽ ഗേറ്റിന് ഭാഷ അറിയുന്ന ആൾ വേണം, ഭാര്യ നിങ്ങൾ പോകണം അവിടത്തേക്ക്. പിന്നെ അവിടെ ഏത് ജോലി ചെയ്താലും നമുക്ക് ഏത് സേവനം കിട്ടിയാലും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിനൊക്കെ അത് വേണം ഇത് വേണം എന്ന് പറയുന്ന സമ്പ്രദായം എനിക്കില്ല. അപ്പോൾ ഞാൻ പോയിക്കൊള്ളാം സായിരാം എന്ന് പറഞ്ഞു. ആ വരെ നിങ്ങളെ അവിടെ ശരിയാവുള്ളൂ, നിങ്ങൾ കൊടുക്കും. ഞാനവിടെ പോയി. അപ്പോൾ അവിടുത്തെ ഇൻചാർജ് പറഞ്ഞു ആരുമാണ്. അദ്ദേഹം പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വന്നിരിക്കും. എന്നാൽ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടുന്ന് കഴിച്ചോണ്ടും വൈകുന്നേരത്തെ ലഞ്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട. അന്ന് ഫ്രീ ഫുഡില്ല, പേയ്മെന്റ് ആണ്. ക്യാൻറ്റീനിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ 3-4 ദിവസം കഴിഞ്ഞു എനിക്ക് സ്വാമീനെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ല. ഭയങ്കര വിഷമം. എപ്പോഴും പോയാലും സ്വാമീനെ കാണുമെന്നുള്ളതിന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആ സേവനത്തിൽ നിന്നൊക്കെ കാണാനേ സാധിച്ചു. 4 ദിവസം കഴിഞ്ഞു. പിന്നെ 4 ദിവസം കഴിഞ്ഞ പിന്നെ എത്ര 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. 8ാമത്തെ ദിവസം നമ്മളെ ഡ്യൂട്ടി ഫിനിഷായി. ഞാൻ മനസ്സിലിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. ഉച്ചക്ക് ഏകദേശം 2:30 മണി സമയത്ത് ഒരു ഭിക്ഷുകിന്റെ മാതിരി ആൾ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ, പൈസ വേണ്ട, എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അതുമായിട്ട് സംസാരിക്കുന്നു. കുട്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുക, പോയി കഴിഞ്ഞു. അപ്പോഴേ ഒരു ലെക്ചർ വന്നു. അയാൾ ചെന്നാൻ പ്രോബ്ലം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇതാണെന്ന്. അദ്ദേഹം പറഞ്ഞു ഡോണ്ട് വെരി യു ഗോ. അയാളെ കൂട്ടിയിട്ട് ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തിട്ട് വന്നു. ഞാൻ അയാളെയും കൂട്ടിയിട്ട് ഈ റോട്ടിന്റെ മേലെ ലെഫ്റ്റ് സൈഡിലെ ശ്രീകൃഷ്ണ ഹോട്ടൽ, ഇപ്പോഴത്തെ ഹോട്ടലെന്നല്ല പറയുന്നത് പറഞ്ഞു. അവിടെ ചെന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇയാൾക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കണം, അയാൾക്ക് എന്നെ അറിയാം, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ കാശ് തരാം. ആയിക്കോട്ടെ സാർ, അത് പ്രശ്നമില്ല സാർ. ഞാൻ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ വാരെ ഞാൻ നിങ്ങളെ കാണാനാ വന്നിരിക്കുന്നത്. എന്താ ഇതാണ് സംഭവം, നിങ്ങൾ മന്ദിരം ഡ്യൂട്ടി എക്സ്പീരിയൻസ് ആണ്. അവിടെ ഒരാൾക്ക് അസുഖമായിട്ട് അയാളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതുകൊണ്ട് നിങ്ങളൊന്ന് അയാളെ റിലീവ് ചെയ്യണം. സ്വാമിയുടെ ദർശനം കഴിഞ്ഞിട്ട് ഭജന കഴിഞ്ഞപാട് നിങ്ങൾ ഇവിടെ തന്നെ വരും. ഞാൻ പറഞ്ഞു അവിടെ അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പ്രശ്നമില്ല, നിങ്ങൾ നേരെ അവിടെ കൊടുക്കുന്നു. അവിടെയായപ്പോൾ പ്രധാനം. നേരെ ഞാൻ മന്ദിരത്തിൽ പോയി അവിടെ ഇരുന്നു. അവിടെ എനിക്ക് തന്നെ ആ പ്ലേസിൽ ഡിവോട്ടികളെ ഓപ്പോസിറ്റ് ബുക്കാക്കിയിട്ടിരുന്നു. അപ്പോൾ സ്വാമി വന്നു ദർശനത്തിന്. സ്വാമി വന്ന് ഓരോരാൾക്ക് പാദനമസ്കാരം കൊടുക്കുന്നതൊക്കെ അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മളെ ഡ്യൂട്ടി നമ്മൾ ഡിവോട്ടികൾ ഇങ്ങോട്ട് ഓടിച്ച വരാതിരിക്കാനൊക്കെ നമ്മളെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഓരോരോ ചെല്ലങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും സ്വാമി അടുത്തെത്തും തുള്ളിച്ചാടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂട്ടിക്ക് പിന്നെ അർത്ഥമില്ല. അപ്പൊ സ്വാമി അടുത്ത് വന്ന് ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്തൊരാൾക്ക് പാദനമസ്കാരം കൊടുക്കുകയാണ്. ഞാൻ കാണുന്നുണ്ട് പാദം അയാൾ തൊട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാമി എന്നെ മുട്ടിയിട്ട് പറഞ്ഞു, എന്നെ പാത്താച്ചാ എന്ന് ചോദിച്ചു സ്വാമി. അപ്പൊ എന്റെ മനസ്സിൽ ഭഗവാനെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഇത്രയധികം ഭംഗിയായിട്ട് സ്വാമി എങ്ങനെ സാധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഭഗവാന്റെ ആ ദയാലുത്വം, ആ എല്ലാം അറിയുന്നതാണ്, അന്തര്യാമിയായിട്ടുള്ള ഒരാളാണ് ഭഗവാൻ എന്നുള്ള ആ ബോധം നമ്മളിൽ ഒന്നും കൂടെ ഉണ്ടാക്കി തരുവാണ്. അപ്പൊ അങ്ങനെ ധാരാളം അനുഭവങ്ങൾ പലതും ഉണ്ട്. പക്ഷെ ഇന്ന് സമയക്കുറവ് കാരണം ഞാൻ ഇതിവിടെ നിർത്തുന്നു. എന്തെങ്കിലും എൻ്റെ സ്പീച്ചിൽ വല്ല തെറ്റും വന്നുവെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ജയ് സായിറാം. സായിരാം മാഷെ, താങ്ക് യു സോ മച്ച് സായിരാം. ഞാൻ നവംബറിൽ ഒരു ദിവസം മാഷിന് തരുന്നുണ്ട്, അന്നും കൂടെ പറയാം. നവംബറില്. സായിരാം. 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 మన దేహం అనేటువంటిది ఒక దేవాలయమే. We should consider our body as a temple.
దేహో దేవాలయ కృప్తో జీవో దేవ సనాతన. ఈ దేహం అనేటువంటి దేవాలయంలో హృదయం అనేటువంటి ఒక స్థానం లోపల ఒక దివ్యత్వం అనేటువంటి ఈశత్వం అనేటువంటిది ఉంటుండాలి. In this temple of body, in the heart, there resides ఈ divinity. స్వరూపులైనటువంటి బ్రహ్మ విష్ణు మహేశ్వరులు ఇందులో నివాసంగా ఉంటున్నారు. Brahma, Vishnu, Maheshwara in the form of these three qualities reside in this heart. కేవలము బ్రహ్మ ఒక చోటు, వైకుంఠం విష్ణు ఒక చోట వైకుంఠంలో ఉన్నాడు, స్వర్గంలో ఉన్నాడు, కైలాసంలో ఉంటున్నాడు ఈశ్వరుడు. ఈ విధంగా భ్రామించుకోవటం కేవలం అజ్ఞానం యొక్క లక్షణాలు. It is a sign of ignorance to think that Brahma is residing in one loka, Brahma వారు కూడా loka. ఒక్కొక్క కాలం నీళ్ళంతా కట్టుకొని ఒక దగ్గర ఉంటున్నారంటే వారికి మానవులకి భేదమే ఉంటుండాలి. If these people are also having their own palaces to dwell, what is the difference నాది between కైలాసము, నీది these people? స్వర్గము, నీది వైకుంఠం అని వారిలో కూడా ఈ భేదం ఉంటుంటే ఇంకా మానవుల కంటే హెచ్చైనటువంటి వారు ఎట్ట అవుతారు వారు? If there is that kind of difference between Brahma and Maheshwara in terms of the dwelling place itself, in what way can they be different from human beings? లోపాటి స్వరూపులైపోయి ప్రతి మానవుని ఎందుకును ముమ్మూర్తులుగా రూపొందుతూ వస్తున్నారు. All these three gods are residing in a human heart in the form of Sattva, Rajo, Tamo qualities. కనుక ఈ దేహం అనేటువంటి దేవాలయము ఒక్క చోటు కట్టినటువంటిది కాదు, మూవింగ్ టెంపుల్. ఎక్కడికి వెళ్ళినా అక్కడికంతా కూడా ఉంటుండాలి ఈ టెంపుల్. This temple of physical body is not a static one. It is a moving temple. భగవంతుడు మన వెంటనే జంటనే ఇంటనే కంటనే ఉంటున్నారనేటువంటి సత్యాన్ని మనం గుర్తించి వర్తించడానికి ప్రయత్నించాలి. It is in this context we should recognize that God always is with us because He is inside us and we should మనమే conduct దైవ ourselves. స్వరూపము. We are the very embodiment of God. అంతవరకు మనం పోయినప్పుడే ఈ యొక్క యథార్థమైన పూర్ణత్వాన్ని మనం పొందగలము. Only when we go thus far, we can recognize the full divinity in us and can enjoy that full divinity in ఆ ourselves. పూర్ణత్వాన్ని కూడా మనం గుర్తించగలము. We can also recognize fullness in us. అంతవరకు పోలేకుండా కేవలం ఉండినటువంటి స్థానంలోనే ఉండి చిట్టి బాబు చెప్పినట్టుగా ఎప్పుడు చూసినా డౌటింగ్ థామస్ డౌటింగ్ థామస్ డౌటింగ్ థామస్ అన్నిటి ఎందుకు డౌట్స్ డౌట్స్ డౌట్స్. ఈ డౌట్స్ ఉండినంత వరకు కూడా ఏమాత్రము శాంతి సుఖము లభించవు. Without making such progress, if we remain where we are and entertaining doubts endlessly, as Mr. Chitti Babu has just said, well, how can we make any progress at all? മാഷെ ഒരു ഭജന പാടണം. ഓ പാടാം, അറിയുന്ന പോലെ പാടാം. സായിരാം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ സുന്ദര രാമ. ശ്രീരാമ ജയ രാമ സുന്ദര രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ മംഗളനാമ. ശ്രീരാമ ജയ രാമ മംഗളനാമ. ശ്രീരാമ ജയ രാമ ആത്മാ രാമ. ശ്രീരാമ ജയ രാമ ആത്മാ രാമ. ശ്രീരാമ ജയ രാമ സായി 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 രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ സുന്ദര രാമ. ശ്രീരാമ ജയ രാമ സുന്ദര രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ മംഗളനാമ. ശ്രീരാമ ജയ രാമ മംഗളനാമ. ശ്രീരാമ ജയ രാമ ആത്മാ രാമ. ശ്രീരാമ ജയ രാമ ആത്മാ രാമ. ശ്രീരാമ ജയ രാമ സായി രാമ.
ശ്രീരാമ ജയ രാമ സായി രാമ, ശ്രീരാമ ജയ രാമ സായി രാമ, ശ്രീരാമ ജയ രാമ സായി രാമ. സായിരാം മാഷേ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമസ്കാരം. സായി 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 ഉപമ മനസ്സ് ഒരു ഗൂർഖ കാവൽക്കാരനെ പോലെയാണ്. അതിനെ യജമാനൻ കർശനമായി വരുതിയിൽ നിർത്തേണ്ടതുണ്ട്. ഒരു ഗൂർഖ യജമാനനുമായി സൗഹൃദമുള്ളവരെ മാത്രമേ ഭവനത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യജമാനന് പ്രയോജനകരമായ ചിന്തകളും വികാരങ്ങളും മാത്രമേ ഒരു മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ. മനുഷ്യന് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് മനസ്സാണ്. എങ്കിലും മനസ്സിന്റെ വ്യാപാരങ്ങളെ സാവകാശം കുറച്ചുകൊണ്ട് അതിന്മേൽ യജമാനന് പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കണം. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം.